വെറും 7 ദിവസം. പ്രപഞ്ചം നിങ്ങൾ ആഗ്രഹിച്ചതെല്ലാം നൽകും. വെറും 7 ദിവസം കൊണ്ട് പ്രപഞ്ചം നിങ്ങൾ എന്തിനുവേണ്ടിയാണോ കൊതിച്ചത് അതെല്ലാം നിങ്ങൾക്ക് നൽകും. പണം, സ്നേഹം, യഥാർത്ഥ ആന്തരിക സന്തോഷം എന്നിവയെല്ലാം. നിങ്ങൾ രാവിലെയും രാത്രിയിലും ഈ 5 വാക്കുകൾ മാത്രം പറയാൻ തുടങ്ങിയാൽ മതി. നന്ദി പ്രപഞ്ചമേ, താങ്ക് യു യൂണിവേഴ്സ്. ഒരാഴ്ചയ്ക്കുള്ളിൽ അത്ഭുതങ്ങൾ സംഭവിക്കാൻ തുടങ്ങും. നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുന്നു, എന്നിട്ടും പണത്തിന് ബുദ്ധിമുട്ട് തുടരുന്നു. നിങ്ങൾ ആത്മാർത്ഥമായ സ്നേഹം ആഗ്രഹിക്കുന്നു, എന്നാൽ ബന്ധങ്ങൾ തകർന്നുപോകുന്നു. നിങ്ങൾക്ക് സന്തോഷിക്കണം, പക്ഷേ മനസ്സ് ശൂന്യമാണ്. എന്തുകൊണ്ട്? കാരണം നിങ്ങൾ പ്രപഞ്ചത്തോട് ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു, പക്ഷേ ഒരിക്കലും നന്ദി പറയുന്നില്ല. ഓർക്കുക, ആവശ്യപ്പെടുന്നവർ പലപ്പോഴും ഒഴിഞ്ഞ കൈകളോടെ മടങ്ങുന്നു. എന്നാൽ നന്ദി പറയുന്നവരുടെ കാൽക്കൽ പ്രപഞ്ചം കുമ്പിടും. മാന്ത്രിക കർമ്മം, മാജിക്കൽ റിച്വൽ. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു മന്ത്രം നൽകുകയാണ്. ഇത് ഒരു പുസ്തകങ്ങളിലും ഒരു ബാബയുടെയോ ഗുരുവിന്റെയോ അടുത്തും നിങ്ങൾക്ക് ലഭിക്കില്ല. ഈ മന്ത്രം പ്രപഞ്ചവുമായി സംവദിക്കാനുള്ള നേർവഴിയാണ്. ഈ വാതിൽ തുറക്കുമ്പോൾ പണം, സ്നേഹം, ആനന്ദം എന്നീ 3 കാര്യങ്ങളും യാതൊരു തടസ്സവുമില്ലാതെ നിങ്ങളുടെ അടുത്തേക്ക് ഒഴുകിയെത്തും. വെറും 7 ദിവസം ഈ പ്രക്രിയ ചെയ്യുക. പൂർണ്ണ വിശ്വാസത്തോടും വികാരത്തോടും ആഴത്തോടും കൂടി. എന്നിട്ട് പ്രപഞ്ചത്തെ അതിന്റെ ജോലി ചെയ്യാൻ അനുവദിക്കുക. എല്ലാ രാവിലെയും കണ്ണു തുറക്കുമ്പോൾ തന്നെ കിടക്കയിലിരുന്നുകൊണ്ട് നിങ്ങളുടെ 2 കൈകളും നെഞ്ചിൽ വയ്ക്കുക. കണ്ണുകളടച്ച് ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് ഈ 3 വാക്യങ്ങൾ പറയുക. പണത്തിനായി നന്ദി പ്രപഞ്ചമേ, താങ്ക് യു യൂണിവേഴ്സ് ഫോർ മണി. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു ചിത്രം വരയ്ക്കുക. നോട്ടുകെട്ടുകൾ നിങ്ങളുടെ മുന്നിൽ വെച്ചിരിക്കുന്നു. നിങ്ങൾ അവ എണ്ണുന്നു. ആ പണം നിങ്ങളുടെ കഠിനാധ്വാനത്തിന്റെ ഫലമല്ല, മറിച്ച് ഈ കൃതജ്ഞതാഭാവത്തിന് നിങ്ങൾക്ക് ലഭിച്ച പ്രപഞ്ചത്തിന്റെ അനുഗ്രഹമാണ്. നന്ദി. സ്നേഹത്തിനായി നന്ദി പ്രപഞ്ചമേ, താങ്ക് യു യൂണിവേഴ്സ് ഫോർ ലവ്. ഇപ്പോൾ നിങ്ങളെ ആരെങ്കിലും കൈകളിൽ പിടിച്ചിരിക്കുന്നതായി അനുഭവിക്കുക. അവരുടെ കണ്ണുകളിൽ ബഹുമാനം, അടുപ്പം, യഥാർത്ഥ സ്നേഹം എന്നിവയുണ്ട്. നിങ്ങൾ കൃതജ്ഞതയോടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചതിനാൽ പ്രപഞ്ചത്തിലൂടെ അത് വന്നിരിക്കുന്നു. സ്നേഹം ഒരു അന്വേഷണമല്ല, അതൊരു ആകർഷണമാണ്. നന്ദി പറയുന്നത് ഏറ്റവും ഉയർന്ന ആകർഷണ തരംഗമാണ്. സന്തോഷത്തിനായി നന്ദി പ്രപഞ്ചമേ, താങ്ക് യു യൂണിവേഴ്സ് ഫോർ ഹാപ്പിനെസ്. ഇപ്പോൾ നിങ്ങളുടെ മുഖത്ത് ഒരു പുഞ്ചിരി വരുത്തുക. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പിരിമുറുക്കങ്ങളും, എല്ലാ ആശങ്കകളും, എല്ലാ വേദനകളും മെല്ലെ ഉരുകിപ്പോകുന്നുവെന്നും പകരം ശാന്തിയും സമാധാനവും ആന്തരിക ആനന്ദവും നിറയുന്നുവെന്നും ചിന്തിക്കുക. ഇതാണ് പുറത്തുനിന്ന് വരുന്നതല്ല, അകത്തുനിന്ന് വരുന്ന യഥാർത്ഥ സന്തോഷം. ഇപ്പോൾ നിങ്ങളുടെ കണ്ണുകൾ തുറക്കുക. നിങ്ങൾ വെറും വാക്കുകൾ പറഞ്ഞതാണോ അതോ പ്രപഞ്ചത്തെ യഥാർത്ഥത്തിൽ അനുഭവിച്ചറിഞ്ഞോ എന്ന് ചിന്തിക്കുക. കാരണം നിങ്ങൾ ഈ വാക്കുകൾ വെറുതെ പറയുമ്പോൾ അത് കാറ്റിൽ പറന്നുപോകുന്നു. എന്നാൽ നിങ്ങൾ അത് അനുഭവിക്കുമ്പോൾ അത് പ്രപഞ്ചത്തിന്റെ ആഴങ്ങളിലേക്ക് പോയി അതേ വികാരത്തോടെ കാര്യങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് ആകർഷിച്ചുകൊണ്ടുവരും. ഓർക്കുക, ഇത് മന്ത്രവാദമോ ഒരു അത്ഭുത ഷോർട്ട്കട്ടോ അല്ല. ഇത് ഫ്രീക്വൻസിയുടെ കളിയാണ്. ഇവിടെ നിങ്ങളുടെ വികാരങ്ങളാണ് നിങ്ങളുടെ ഭാഗധേയം സൃഷ്ടിക്കുന്നത്. കൃതജ്ഞത എന്നത് വെറുമൊരു നന്ദി പറയൽ മാത്രമല്ല, ഇത് പ്രപഞ്ചത്തോട് ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന് പറയുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് 7 ദിവസം രാവിലെയും രാത്രിയിലും ഈ 3 വാക്യങ്ങൾ ഹൃദയം തുറന്ന് കണ്ണുകൾ അടച്ച് വിഷ്വലൈസേഷനോടും സത്യസന്ധമായ വികാരത്തോടും കൂടി പറയുക. എന്നിട്ട് പ്രപഞ്ചം എങ്ങനെ നിങ്ങൾക്കായി വഴികൾ തുറക്കുന്നുവെന്ന് നോക്കൂ. എവിടെ വാതിലുകൾ അടഞ്ഞിരുന്നുവോ അവിടെ ഇപ്പോൾ അത്ഭുതങ്ങൾ വന്നു നിൽക്കും. ശാസ്ത്രീയ തെളിവ്, സയന്റിഫിക് പ്രൂഫ്. നന്ദി പ്രപഞ്ചമേ എന്ന് പറയുന്നത് വെറുമൊരു വൈകാരികമായ കാര്യമോ അല്ലെങ്കിൽ പോസിറ്റീവ് ചിന്തയോ മാത്രമാണെന്ന് കരുതുന്നവർക്ക് ശാസ്ത്രത്തിന്റെ ഏറ്റവും ആഴമേറിയ ഭാഷ മനസ്സിലാകുന്നില്ല. യഥാർത്ഥത്തിൽ നിങ്ങൾ നന്ദി പറയുമ്പോൾ അതൊരു വാക്കല്ല. ഇത് നിങ്ങളുടെ മുഴുവൻ ശരീരത്തെയും പ്രപഞ്ചത്തെയും പുനഃക്രമീകരിക്കുന്ന ഒരു ബയോകെമിക്കൽ സിഗ്നലാണ്. ന്യൂറോളജി, ഡോപ്പാമിൻ, സെറോട്ടോണിൻ ഉത്തേജനം. നിങ്ങൾ ആത്മാർത്ഥമായ വികാരത്തോടെ നന്ദി പറയുമ്പോൾ നിങ്ങളുടെ മസ്തിഷ്കം ഡോപ്പാമിൻ, സെറോട്ടോണിൻ എന്നീ 2 ശക്തമായ ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ പുറത്തുവിടുന്നു. ഈ രാസവസ്തുക്കളാണ് നിങ്ങൾക്ക് സന്തോഷവും ശാന്തതയും പോസിറ്റിവിറ്റിയും അനുഭവപ്പെടുത്തുന്നത്. എന്നാൽ കാര്യം ഇതുകൊണ്ട് തീരുന്നില്ല. ഈ രാസവസ്തുക്കൾ നിങ്ങളുടെ മസ്തിഷ്കത്തിലെ ന്യൂറൽ പാതകളെ മാറ്റുന്നുവെന്നും ശാസ്ത്രം പറയുന്നു. അതായത് നിങ്ങൾ കൃതജ്ഞതയിലായിരിക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോർ അക്ഷരാർത്ഥത്തിൽ ഒരു പുതിയ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കാൻ തുടങ്ങുന്നു. ഊർജ്ജനിലയും ഫ്രീക്വൻസി മാറ്റവും, എനർജി ലെവൽ ആൻഡ് ഫ്രീക്വൻസി ഷിഫ്റ്റ്. ക്വാണ്ടം ഫിസിക്സിന്റെ ഒരു വ്യക്തമായ തത്വമുണ്ട്. എല്ലാം ഊർജ്ജമാണ്. എവറിഥിങ് ഈസ് എനർജി. അതായത് നിങ്ങളും ഞാനും പണവും സ്നേഹവും ദുഃഖവും വിജയവും എല്ലാം ഊർജ്ജമാണ്. പ്രപഞ്ചം വാക്കുകൾ കേൾക്കുന്നില്ല, അത് കേൾക്കുന്നത് നിങ്ങളുടെ ഫ്രീക്വൻസിയാണ്. കൃതജ്ഞതയുടെ ഭാവം നിങ്ങളുടെ ഫ്രീക്വൻസിയെ ഭയം, ആശങ്ക, കുറവ് എന്നിവയിൽ നിന്ന് സ്നേഹം, സമൃദ്ധി, സ്വീകരിക്കൽ, റിസീവിംഗ് എന്നിവയുടെ മേഖലയിലേക്ക് മാറ്റുന്നു. റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം, അറാസ്,
ഇനി ശാസ്ത്രം പറയുന്ന ഏറ്റവും ശക്തമായ കാര്യത്തെക്കുറിച്ച് പറയാം. അതിനെ റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം റാസ് എന്ന് വിളിക്കുന്നു. നിങ്ങളുടെ ചുറ്റുമുള്ള ലോകത്ത് നിങ്ങൾ എന്താണ് കാണേണ്ടതെന്നും എന്താണ് അവഗണിക്കണമെന്നും തീരുമാനിക്കുന്ന നിങ്ങളുടെ തലച്ചോറിലെ ഭാഗമാണ് റാസ്. നിങ്ങൾ ആവർത്തിച്ച് നന്ദി പറയുമ്പോൾ പണവും സ്നേഹവും അവസരങ്ങളും അത്ഭുതങ്ങളുമുള്ള ഒരു യാഥാർത്ഥ്യത്തെ ഫിൽട്ടർ ചെയ്യാൻ നിങ്ങൾ നിങ്ങളുടെ തലച്ചോറിനെ പരിശീലിപ്പിക്കുകയാണ്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നിങ്ങൾ മുമ്പ് അസാധ്യമെന്ന് കരുതിയ കാര്യങ്ങൾ അനുഭവിക്കാൻ നിങ്ങൾ തുടങ്ങുന്നു. ഉദാഹരണം, നിങ്ങൾ ഒരു പുതിയ കാറിനെക്കുറിച്ച് ചിന്തിക്കുന്നു, ഒരു വെള്ള SUV. അടുത്ത ദിവസം മുതൽ നിങ്ങളുടെ ശ്രദ്ധ എല്ലായിടത്തും വെള്ള SUVകളിൽ പതിയാൻ തുടങ്ങും. ആ കാറുകൾ മുമ്പ് അവിടെ ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു, പക്ഷേ നിങ്ങളുടെ റാസ് അവയെ ഫിൽട്ടർ ചെയ്യുകയായിരുന്നു. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ തലച്ചോറിന് ഒരു പുതിയ സിഗ്നൽ നൽകി. ഇപ്പോൾ അതേ കാര്യങ്ങൾ നിങ്ങളുടെ അവബോധത്തിൽ വരാൻ തുടങ്ങി. നിങ്ങൾ കൃതജ്ഞതയോടെ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ ഇതാണ് സംഭവിക്കുന്നത്. ഫ്രീക്വൻസി അയക്കുന്നു, പ്രപഞ്ചം നൽകുന്നു. നിങ്ങൾ പണത്തിനായി നന്ദി പ്രപഞ്ചമേ എന്ന് പറയുമ്പോൾ പ്രപഞ്ചത്തിനൊരു വ്യക്തമായ സിഗ്നൽ പോകുന്നു. ഈ വ്യക്തി സ്വീകരിക്കാൻ തയ്യാറാണ്. ആ സിഗ്നൽ ആവർത്തിച്ചു പോകുമ്പോൾ പ്രപഞ്ചം അവന്റെ വഴിയിലേക്ക് ആളുകളെയും ആശയങ്ങളെയും അത്ഭുതങ്ങളെയും അയക്കാൻ തുടങ്ങുന്നു. അത് കണ്ട് നിങ്ങൾ സ്വയം പറയും, ഇത് ഞാൻ വിഷ്വലൈസ് ചെയ്തതുപോലെ തന്നെ സംഭവിക്കുന്നു. ഇതാണ് ശാസ്ത്രീയ മാജിക്. മന്ത്രവാദമല്ല, മാന്ത്രിക വിദ്യയല്ല. വെറും ശരിയായ വികാരം പ്ലസ് ശരിയായ ഫ്രീക്വൻസി സമം ശരിയായ യാഥാർത്ഥ്യം. അതുകൊണ്ട് അടുത്ത തവണ നിങ്ങൾ നന്ദി പ്രപഞ്ചമേ എന്ന് പറയുമ്പോൾ നിങ്ങൾ വെറും വാക്കുകൾ പറയുകയല്ല, നിങ്ങളുടെ ഭാഗധേയത്തെ തിരുത്തി എഴുതുകയാണ് എന്ന് മനസ്സിലാക്കുക. ശക്തമായ നന്ദി പ്രപഞ്ചമേ സ്ഥിരീകരണങ്ങൾ, പവർഫുൾ താങ്ക് യു യൂണിവേഴ്സ് അഫർമേഷൻസ്. പ്രപഞ്ചം നിങ്ങളുടെ സംസാരം കേൾക്കണമെന്ന് നിങ്ങൾ ശരിക്കും ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ആദ്യം അതിനൊരു സൂചന നൽകണം. വിശ്വാസത്തിന്റെയും സ്നേഹത്തിന്റെയും നന്ദിയുടെയും സൂചന. എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോഴും രാത്രി ഉറങ്ങുന്നതിനു മുമ്പും ഈ സ്ഥിരീകരണങ്ങൾ ഹൃദയം തുറന്നു പറയുക. കണ്ണുകൾ അടയ്ക്കുക. ആഴത്തിൽ ശ്വാസമെടുക്കുക. ഓരോ വാക്യവും അത് സത്യമായി കഴിഞ്ഞതുപോലെ അനുഭവിക്കുക. ഓരോ വാക്കും പ്രപഞ്ചത്തിലേക്ക് പറന്നുയരുന്നു. പ്രപഞ്ചം പറയുന്നു, ഞാൻ കേൾക്കുന്നു. പണത്തിനായുള്ള സ്ഥിരീകരണങ്ങൾ, മണി അഫർമേഷൻസ്. നന്ദി പ്രപഞ്ചമേ, എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും അപ്പുറം എനിക്ക് നൽകിയതിന്. നന്ദി പ്രപഞ്ചമേ, എന്റെ ജീവിതം സമൃദ്ധി കൊണ്ട് നിറച്ചതിന്. നന്ദി പ്രപഞ്ചമേ, എന്നെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്ന അവസരങ്ങൾ കാണിച്ചു തന്നതിന്. നന്ദി പ്രപഞ്ചമേ, എല്ലാ ദിവസവും എന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം ചേർത്തതിന്. നന്ദി പ്രപഞ്ചമേ, സമ്പന്നമായ ചിന്താഗതിയുള്ള ആളുകളെ എന്റെ ചുറ്റും കൊണ്ടുവന്നതിന്. നന്ദി പ്രപഞ്ചമേ, എന്നെ ഒരു സ്വീകരിക്കുന്നവനാക്കി പണത്തെ ഒരു ഒഴുക്കിൽ നൽകിയതിന്. നന്ദി പ്രപഞ്ചമേ, എന്റെ ജീവിതം സമ്പന്നമാക്കിയതിന്. പണം കൊണ്ട് മാത്രമല്ല, അനുഭവങ്ങൾ കൊണ്ടും. സ്നേഹത്തിനായുള്ള സ്ഥിരീകരണങ്ങൾ, ലവ് അഫർമേഷൻസ്. നന്ദി പ്രപഞ്ചമേ, നിരുപാധികമായ സ്നേഹം കൊണ്ട് എന്റെ ഹൃദയം നിറച്ചതിന്. നന്ദി പ്രപഞ്ചമേ, എന്റെ ആത്മബന്ധത്തെ സോൾമേറ്റ് എന്റെ ജീവിതത്തിലേക്ക് അയച്ചതിന്. നന്ദി പ്രപഞ്ചമേ, എന്നെ വളരാൻ സഹായിക്കുന്ന ബന്ധങ്ങൾക്ക്. നന്ദി പ്രപഞ്ചമേ, എനിക്ക് അർഹതയുള്ള സ്നേഹം എനിക്ക് നൽകിയതിന്. നന്ദി പ്രപഞ്ചമേ, എന്റെ ഉള്ളിലെ ഭയം നീക്കി എന്നെ തുറന്ന ഹൃദയമുള്ളവനാക്കിയതിന്. നന്ദി പ്രപഞ്ചമേ, സ്നേഹത്തെ എളുപ്പത്തിൽ ആകർഷിക്കുന്ന ഒരു വ്യക്തിയാക്കി എന്നെ മാറ്റിയതിന്. സന്തോഷത്തിനും സമാധാനത്തിനുമുള്ള സ്ഥിരീകരണങ്ങൾ, ഹാപ്പിനെസ് ആൻഡ് പീസ് അഫർമേഷൻസ്. നന്ദി പ്രപഞ്ചമേ, ഈ ദിവ്യമായ ശാന്തിക്കും മാനസിക വ്യക്തതയ്ക്കും. നന്ദി പ്രപഞ്ചമേ, ഓരോ പ്രഭാതത്തെയും ഒരു പുതിയ ചിരികൊണ്ട് നിറച്ചതിന്. നന്ദി പ്രപഞ്ചമേ, സന്തോഷിക്കാൻ ഒരു കാരണം ആവശ്യമില്ല, വെറും സാന്നിധ്യം മതി എന്ന് എന്നെ പഠിപ്പിച്ചതിന്. നന്ദി പ്രപഞ്ചമേ, എല്ലാ ബുദ്ധിമുട്ടുകൾക്ക് പിന്നിലും ഒളിഞ്ഞിരിക്കുന്ന അനുഗ്രഹങ്ങളെ കാണിച്ചു തന്നതിന്. നന്ദി പ്രപഞ്ചമേ, ആന്തരിക സമാധാനത്തെ എന്റെ ഡിഫോൾട്ട് മോഡാക്കിയതിന്. ജീവിതം പരിവർത്തനം ചെയ്യുന്ന സ്ഥിരീകരണങ്ങൾ, ലൈഫ് ട്രാൻസ്ഫോമിംഗ് അഫർമേഷൻസ്. നന്ദി പ്രപഞ്ചമേ, എന്നെ എന്റെ ഏറ്റവും മികച്ച യാഥാർത്ഥ്യത്തിലേക്ക് നയിച്ചതിന്. നന്ദി പ്രപഞ്ചമേ, എന്റെ ഉള്ളിലെ ഭയവും സംശയവും നെഗറ്റീവ് പാറ്റേണുകളും ഇല്ലാതാക്കിയതിന്. നന്ദി പ്രപഞ്ചമേ, ഓരോ ദിവസത്തെയും ഒരു അത്ഭുതമാക്കി മാറ്റിയതിന്. നന്ദി പ്രപഞ്ചമേ, എന്റെ ഭാഗധേയത്തിന്റെ സ്രഷ്ടാവ് ഞാനാണെന്ന് എന്നെ പഠിപ്പിച്ചതിന്. നന്ദി പ്രപഞ്ചമേ, ഞാൻ വീണുപോയപ്പോഴെല്ലാം എഴുന്നേൽക്കാനുള്ള ശക്തി നൽകിയതിന്. ഇപ്പോൾ സങ്കൽപ്പിക്കുക, നിങ്ങൾ എല്ലാ ദിവസവും ഈ സ്ഥിരീകരണങ്ങൾ പറയുന്നു. പതിയെ നിങ്ങൾ മാറുകയാണ്. നിങ്ങളുടെ ഊർജം മാറുകയാണ്. അതേ വൈബ്രേഷനിൽ പ്രപഞ്ചം നിങ്ങൾക്ക് സമ്മാനങ്ങൾ അയയ്ക്കുന്നു. പ്രപഞ്ചം ഒരിക്കലും താമസിക്കില്ല. നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാകുന്നതുവരെ അത് കാത്തിരിക്കുന്നു. പ്രപഞ്ചം ആവർത്തിച്ച് ആവശ്യപ്പെടുന്നവരുടെ വാക്കുകൾ കേൾക്കില്ല. എല്ലാം ലഭിച്ചു കഴിഞ്ഞതുപോലെ മുൻപേ കൃതജ്ഞതയുള്ള വ്യക്തിക്കാണ് പ്രപഞ്ചം നൽകുന്നത്. നന്ദി പ്രപഞ്ചമേ, നന്ദി പ്രപഞ്ചമേ, നന്ദി പ്രപഞ്ചമേ. യഥാർത്ഥ ഫലങ്ങൾ, റിയൽ റിസൾട്ട്സ്. നന്ദി പ്രപഞ്ചമേ എന്നു പറയുന്നതിലൂടെ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് നമ്മൾ പറയുമ്പോൾ ഇത് വെറുമൊരു പുസ്തകത്തിലെ വാചകമല്ല,
വെറും 7 ദിവസത്തിനുള്ളിൽ സ്വന്തം ജീവിതത്തിലും തങ്ങളിലും അതിശയകരമായ മാറ്റങ്ങൾ കണ്ട ആയിരക്കണക്കിന് ആളുകളുടെ യഥാർത്ഥ അനുഭവങ്ങളാണിത്. തടസ്സപ്പെട്ട പണം ലഭിച്ചു. ഒരു പെൺകുട്ടിക്ക് 3 മാസമായി ഒരു ക്ലയന്റിൽ നിന്ന് പണം ലഭിക്കുന്നില്ലായിരുന്നു. ആവർത്തിച്ചുള്ള ഫോളോ അപ്പുകൾ, കോളുകൾ, സന്ദേശങ്ങൾ, എല്ലാം നിശബ്ദത. പിന്നെ അവൾ ഈ നന്ദി കർമ്മം ചെയ്യാൻ തുടങ്ങി. എല്ലാ രാവിലെയും രാത്രിയിലും അവൾ ഇത്രമാത്രം പറഞ്ഞു: പണത്തിനായി നന്ദി പ്രപഞ്ചമേ. അടുത്ത ആഴ്ച ആ പേയ്മെന്റ് തനിയെ ബാങ്കിൽ വന്നു. ക്ലയന്റ് വിളിച്ച് ക്ഷമ ചോദിക്കുകയും ചെയ്തു. അവൾ മാന്ത്രിക വിദ്യ കാണിച്ചോ? ഇല്ല. അവൾ തന്റെ ഫ്രീക്വൻസി മാറ്റി. തകർന്ന ഹൃദയത്തിൽ നിന്ന് ആത്മബന്ധത്തിലേക്ക്. ഒരു ചെറുപ്പക്കാരന്റെ ഹൃദയം തകർന്നിരുന്നു. ബ്രേക്കപ്പിന് ശേഷം സ്നേഹത്തിൽ ഇനിയൊന്നുമില്ലെന്ന് അവൻ വിശ്വസിച്ചു. പിന്നെ അവൻ ഹൃദയം തുറന്നു പറഞ്ഞു: യഥാർത്ഥ സ്നേഹത്തിനായി നന്ദി പ്രപഞ്ചമേ. എല്ലാ ദിവസവും രാത്രിയും പകലും പൂർണ്ണ വിശ്വാസത്തോടെ. 7-ാം ദിവസം യാദൃച്ഛികമായി ഒരു പരിപാടിയിൽ വെച്ച് അവൻ ഒരു പെൺകുട്ടിയെ കണ്ടുമുട്ടി. അവൾ അവന്റെ ഊർജവുമായി പൊരുത്തപ്പെടുക മാത്രമല്ല, അവനുണ്ടായിരുന്ന അതേ വൈബ്രേഷനിലായിരുന്നു. ഇപ്പോൾ അവർ ബന്ധത്തിലാണ്. കൃതജ്ഞതയാണ് അവരുടെ അടിത്തറയായി കരുതുന്നത്. വിഷാദത്തിൽ നിന്ന് ആന്തരിക സമാധാനത്തിലേക്ക്. വർഷങ്ങളായി ഉത്കണ്ഠ, ദുഃഖം, നെഗറ്റിവിറ്റി എന്നിവയുമായി മല്ലിട്ട നിരവധി ആളുകളുണ്ട്. തെറാപ്പി, മരുന്നുകൾ, ധ്യാനം എല്ലാം ചെയ്തിരുന്നു. എന്നാൽ ഈ ലളിതമായ നന്ദി പരിശീലനം വെറും 7 ദിവസം ചെയ്തപ്പോൾ അവരുടെ മുഖത്ത് പ്രകാശം തിരിച്ചെത്തി. എന്തുകൊണ്ട്? കാരണം അവർ ആദ്യമായി സ്വീകരിക്കാൻ പ്രപഞ്ചത്തിന് അനുമതി നൽകി. അതുകൊണ്ട് അവർ ഇതെല്ലാം എങ്ങനെ ചെയ്തു? ഒരു പൂജയുമില്ല, വില കൂടിയ കോഴ്സുകളില്ല, ഒരു ഗുരുവിന്റെ പേരുമില്ല. വെറും ഒരു ആന്തരിക തീരുമാനം: ഇനി ഞാൻ കൃതജ്ഞതയുള്ളവനായിരിക്കും. ഇനി ഞാൻ വിശ്വസിക്കും. പ്രപഞ്ചം മറുപടി നൽകി: സ്വാഗതം പ്രിയപ്പെട്ടവനെ. വാക്കുകളേക്കാൾ ഊർജമാണ് പ്രവർത്തിക്കുന്നത്. ഓർക്കുക, പ്രപഞ്ചം നിങ്ങളുടെ വാക്കുകളേക്കാൾ കൂടുതൽ നിങ്ങളുടെ ഊർജം കേൾക്കുന്നു. നിങ്ങൾ ഹൃദയം തുറന്ന് പണത്തിനായി, സ്നേഹത്തിനായി, സന്തോഷത്തിനായി നന്ദി പ്രപഞ്ചമേ എന്ന് പറയുമ്പോൾ നിങ്ങൾ സ്വയം ഒരു പുതിയ ഫ്രീക്വൻസിയിലേക്ക് മാറുകയാണ്. അതേ ഫ്രീക്വൻസിയാണ് നിങ്ങൾ വർഷങ്ങളായി വെറും ചിന്തിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളെ നിങ്ങളുടെ അടുത്തേക്ക് ആകർഷിച്ചുകൊണ്ടുവരുന്നത്. ആളുകൾ പറയുന്നു, എനിക്ക് അത്ഭുതം വേണം. എന്നാൽ അത്ഭുതങ്ങൾ ലഭിക്കുന്നത് ആരാണോ ആദ്യം പ്രപഞ്ചത്തോട് ഈ അത്ഭുതത്തിന് നന്ദി എന്ന് പറയുന്നത് അവർക്കാണ്. ആ ഒരു വരി ലോകത്തെ മുഴുവൻ മാറ്റുന്നു. ഈ വീഡിയോ നിങ്ങളുടെ ഊർജ്ജത്തെ സ്പർശിച്ചുവെങ്കിൽ, നിങ്ങളുടെ ഉള്ളിൽ ഒരു പുതിയ പ്രകാശം, പുതിയ പ്രതീക്ഷ, പുതിയ ശക്തി ഉണർന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളിൽ മാത്രം ഒതുക്കിവെക്കരുത്. ഈ വീഡിയോ നിങ്ങൾ സ്നേഹിക്കുന്നവരിലേക്ക് എത്തിക്കുക. കാരണം നിങ്ങളുടെ ഒരു ഷെയർ ഒരാളുടെ മുഴുവൻ ജീവിതത്തെയും മാറ്റിമറിച്ചേക്കാം. കമന്റിൽ നന്ദി പ്രപഞ്ചമേ, ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്, താങ്ക് യു യൂണിവേഴ്സ്, ഐ ആം റെഡി ടു റിസീവ് എന്ന് എഴുതുക. അങ്ങനെ ഈ സന്ദേശം പ്രപഞ്ചത്തിലെത്തുകയും അത് നിങ്ങൾക്കായി പ്രവർത്തിക്കാൻ തുടങ്ങുകയും ചെയ്യും. നിങ്ങളുടെ ആഗ്രഹങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ താൽപ്പര്യമുണ്ടോ? എങ്കിൽ ഇപ്പോൾ തന്നെ ഞങ്ങളുടെ ചാനലിൽ ജോയിൻ ചെയ്യുക.